അതിന് ആദ്യം കാണിച്ചു കൊടുക്ക് എന്ത് മീനാണ് കാണിച്ചു കൊടുക്ക്. ആ എന്തോന്ന് മീന്? വെള്ളപ്പൈന്തി. ആ വെള്ളപ്പൈന്തി മീനാണ്. ആ രണ്ടെണ്ണം അതും കൂടെ വാങ്ങിച്ചോ. രമേശ് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കട്ടിങ് സ്റ്റാർട്ട്. വെള്ളപ്പൈന്തി മീന് കുറെ നാളായി രമേശ് വീഡിയോയിൽ കാണാതെ, കുറെ നാളായി. എന്ത് പറ്റി വീഡിയോയിൽ വരാത്തത്? പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കടലില് കണാപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രമേശ്. പണി കഴിഞ്ഞ് ഇപ്പൊ വന്ന് കട്ടിങ്ങിന് കയറി. അപ്പൊ ആദ്യമായിട്ട് കിട്ടിയത് വെള്ളപ്പൈന്തി രണ്ടെണ്ണമാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു ഭാവിയുള്ള ഒരു പയ്യനായിരുന്നു കേട്ടോ. നമ്മള് നേരത്തേക്ക് രമേശിന്റെ കട്ടിങ് വീഡിയോസൊക്കെ ഇട്ടത് കണ്ടിട്ട് ഒരു കമ്പനിക്കാർ രമേശിനെ കട്ടിങ് ജോലിക്ക് വരെ വിളിച്ചതാണ്. കുറേ നാൾ ഇവൻ കട്ടിങ് ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു. പിന്നെയാണ് ഇവൻ പഴയ സ്വഭാവം എടുക്കാനും തുടങ്ങി. പിന്നെ ഇവൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഇവന് അത്യാവശ്യം ക്യാഷൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആളെ പിടിച്ചാൽ പിടി കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. ആരെങ്കിലും അത്യാവശ്യ ഘട്ടത്തിലൊക്കെ വന്നിട്ട് ഇവനെ കട്ട് ചെയ്യാനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ, ആളെ വിളിച്ചു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഇരുന്ന് കട്ട് ചെയ്യുന്ന നമ്മുടെ ചേച്ചിമാരൊക്കെ മാക്സിമം ഒരു 6-6:30 മണിയൊക്കെ ആകുമ്പോഴേ അവർ വീട്ടിലോട്ട് പോകും. അതിനുശേഷം വലിയ മീനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെളിയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കട്ടിങ് ചെയ്യാനുള്ള ആൾക്കാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആരും കാണത്തില്ല കേട്ടോ. അപ്പോൾ ഏക ആശ്രയമായിട്ടുള്ള നമ്മുടെ രമേശിനെ വിളിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ രമേശിനെ കിട്ടത്തിയില്ല. ഇപ്പോൾ രമേശിന് കട്ടിങ് ജോലി മാത്രമല്ല അറിയാവുന്നത് കേട്ടോ, കടലിലൊക്കെ പണിക്ക് പോകും പുള്ളി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് സീസൺ ടൈമാണ്. അപ്പോൾ അത് കാരണം തട്ടുമടിക്കാർക്കൊക്കെ ഒരുപാട് കണവയൊക്കെ വരുന്നുണ്ട്, അതുപോലെ കൊഴിയാളയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് രമേശിൻ്റെ മാമൻ്റെ വള്ളത്തിലാണ് കേട്ടോ രമേശ് പണിക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇന്ന് പോയി പുള്ളിക്ക് മീനൊന്നും കിട്ടാത്തത് കാരണമാണ് ചിലവിന് ക്യാഷില്ല. അങ്ങനെയാണ് ഈ കത്തി എടുത്തുകൊണ്ട് നമ്മുടെ കുറ്റിയുടെ അടുത്തോട്ട് വന്നപ്പോഴാണ് 2 പൈന്തി മീന് രമേശിന് കിട്ടിയത്. അപ്പോൾ പൈന്തി മീനാണ് രമേശ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രമേശിൻ്റെ കട്ടിങ്ങിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ നേരത്തെയും ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് വഴി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പൈന്തി മീന് രമേശ് കട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് നമ്മുടെ കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനിയും നമ്മൾ രമേശിനോട് ചോദിച്ചിട്ട് രമേശിൻ്റെ നമ്പരും കൂടെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ ആരെങ്കിലും വന്നിട്ട് കട്ട് ചെയ്യാൻ എന്തെങ്കിലും മീനൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് രമേശിനെ വിളിക്കാമല്ലോ. അപ്പോൾ രമേശ് വന്നു കഴിഞ്ഞാൽ പേടിക്കണ്ട, എത്ര വലിയ മീനായിരുന്നാലും രമേശ് സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ രമേശിന് കുറച്ച് ഫാൻസൊക്കെ ഉണ്ട് നമ്മുടെ വിഴിഞ്ഞത്ത് കേട്ടോ. വിഴിഞ്ഞത്ത് മാത്രമല്ല വെളിയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നേരത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് രമേശിനെ കുറച്ച് ആൾക്കാർ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രമേശിനോട് ചോദിച്ചിട്ട് ഞാൻ ഫോൺ നമ്പർ കൊടുക്കാമേ. ഓക്കെ.